ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെറിൻസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ എയർ ഫ്രയറിൽ പഴം എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. എയർ ഫ്രയറിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഴം പുഴുങ്ങിയെടുക്കാം. ആവിയിൽ വേവിക്കുകയൊന്നും വേണ്ട. അതെങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാനിപ്പോൾ അതിനായി കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ടറ്റവും ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം അത് നമുക്ക് എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നും നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഓരോന്നും മേലെ മേലെ കയറ്റി വെക്കരുത്. അങ്ങനെ വെച്ച് കൊടുത്താൽ താഴെയുള്ളതിന് കുറച്ച് വേവ് കുറവായിരിക്കും. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. പവർ ഓൺ ചെയ്യാം. അതിനുശേഷം മെനു സെലക്ട് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഓരോന്നായി മാറി വരുന്നത് കണ്ടോ. ഇനി പഴത്തിൻ്റെ ഐക്കൺ വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും പവർ ഓൺ ചെയ്യുക. ഇപ്പോൾ അത് എയർ ഫ്രയർ ഓണായി. ഈ പഴം വേവിക്കാനായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് 12 മിനിറ്റും അതുപോലെ 180 ഡിഗ്രി സെൽഷ്യസിലുമാണ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. അത് ആ സമയം കൊണ്ട് വെന്തോളും. പഴുപ്പ് കുറവുള്ള പഴമാണെങ്കിൽ അതൊരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ ട്രേ തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഓഫായിട്ടുണ്ട്. ഇനി ബീപ്പ് സൗണ്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നോക്കിക്കേ, കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ പഴമെല്ലാം വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടായിരിക്കും, കൈകൊണ്ടൊന്നും എടുക്കരുത് കേട്ടോ. ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് നോക്കാം. ഇതാ നോക്കിക്കേ, പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം ഒലിച്ച പോലെ ഒന്നും ഇരിപ്പില്ല. എളുപ്പമല്ലേ പരിപാടി. നമ്മളിപ്പോൾ ആവിയിൽ വേവിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം വറ്റിപ്പോകുന്നുണ്ടോ എന്ന് നോക്കണം, സമയത്തിന് വന്ന് നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഒന്നും നോക്കണ്ട, തന്നെ ഓഫായിക്കോളും. പൊളിയല്ലേ. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. ബൈ.